എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. വിശ്വാസമെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഒരുപാട് വഴിപാടുകൾ നേരുന്നതുമൊക്കെയാണോ യഥാർത്ഥ വിശ്വാസം? 1964 നൽകിയൊരു സന്ദേശം ഈ ചോദ്യങ്ങൾക്കൊക്കെ പുതിയൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ദൈവവുമായിട്ട് നമുക്കൊരു വിലപേശൽ സാധ്യമാണോ? അതായത് പ്രാർത്ഥനകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റുമോ? ഈയൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ തെറ്റിദ്ധാരണയെപ്പറ്റി സംസാരിക്കാം. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇയാളുടെ പേര് രോഹൻ. താൻ ചെയ്ത ചില തെറ്റുകളുടെ ഫലം തന്നെ പിന്തുടരുമോ എന്നവൻ പേടിച്ചിരിക്കുവാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നെന്താ, ദൈവത്തിന് എന്തെങ്കിലും ഒരു കൈക്കൂലി പോലെ കൊടുത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. പക്ഷേ ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ആരാധനാ രീതി ശരിക്കും ശരിയാണോ? ഇവിടെ നോക്കൂ, രണ്ട് വിപരീത ചിന്താരീതികളാണ് നമ്മൾ കാണുന്നത്. ഒരു സൈഡിൽ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നടത്തുന്ന ഒരുതരം വിലപേശൽ, മറുവശത്തോ ശരിയായ ജീവിതം നയിക്കണമെന്ന ബോധ്യത്തിൽ നിന്നും അച്ചടക്കത്തിൽ നിന്നും വരുന്ന യഥാർത്ഥ വിശ്വാസം. ഒന്ന് സത്യം പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമാണ്, അല്ലേ? മറ്റൊന്ന് നേർവഴി.